എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡ് കൊണ്ടുള്ളതാണ് കേട്ടോ. ബ്രെഡ് കൊണ്ടുണ്ടാക്കാവുന്ന ഒരു പുഡിംഗ് എന്നോ ഒരു സ്നാക്ക് എന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. മൂന്നേ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആവശ്യമുള്ളൂ: പാലും കോൺഫ്ലവറും അതുപോലെ തന്നെ ബ്രെഡും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. 1 കപ്പ് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 3 ബ്രെഡിൻ്റെ കണക്കാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കാം. നമുക്ക് ബ്രെഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അത്രയും എളുപ്പമായിരിക്കും. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ആയാലും മതി. ഞാനിവിടെ ഹോം മെയ്ഡ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ബട്ടർ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് 3 പീസ് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ബട്ടർ തേച്ച് നന്നായിട്ട് ബ്രെഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് നന്നായിട്ട് സോക്ക് ചെയ്ത് വരണം. ഞാൻ ഇട്ട പഞ്ചസാര കുറച്ച് അലിയാതെ വന്നിട്ടുണ്ട്. അത് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പാൽ അതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ 3 ലെയർ ബ്രെഡ് നന്നായിട്ട് കുതിർന്ന് വരാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാല് ഒരല്പം വറ്റണം. അപ്പോഴേക്കും നമുക്ക് ഒരല്പം പാലും കൂടി എടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കോൺഫ്ലവർ നന്നായിട്ട് കലക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ പാൽ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സ്പൂണ് കൊണ്ടല്ലാതെ നമ്മളല്ലാതെ ഒന്ന് ഈ പാലിൻ്റെ മിക്സ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അവിടെ കുറുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറുകി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഗ്യാസ് ഓഫാക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് മധുരവും ഒക്കെയുണ്ട്. ഇതൊരു ക്രീമി ലെയർ പോലെ കോൺഫ്ലവർ മിക്സ് ഫോം ആയിട്ടുമുണ്ട്. നമുക്കിനി ഗ്യാസിൽ നിന്ന് ഈ ബ്രെഡ് മാറ്റി എടുക്കാം. ഇത് നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മളിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റി. അപ്പോൾ ഞാൻ അതിൻ്റെ ക്രീം ലെയറൊക്കെ അതിൻ്റെ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു അല്പം പിസ്താഷ്യോസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള റെസിപ്പി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.